ഹായ് ഗൈസ്, സരസിമേള പോയല്ല. പ്ലാനിങ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഉച്ച സമയത്താണ് ഞങ്ങൾ ഇറങ്ങിയത്. നല്ല വെയിലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒന്നും നോക്കിയില്ല. ഒരു കരിക്ക് കണ്ടപ്പോൾ ആദ്യം തന്നെ ഒരു കരിക്ക് കുടിച്ചങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു. കരിക്ക് കുടിച്ച് ചാർജായതിനു ശേഷം ഞങ്ങൾ നേരെ അതിൻ്റെ എൻട്രൻസിലേക്ക് പോയി. ഇത് മെഗാ ഇന്ത്യൻ ഫുഡ് കോർട്ടിൻ്റെ ഫ്രണ്ട് സൈഡാണ്. ഉള്ളിലോട്ട് കയറിയാൽ പിന്നെ നമുക്കിഷ്ടമുള്ള മെയിൻ സംഭവമാണത്. ഫുള്ള് ഈ തല മുതൽ ആ സൈഡ് വരെ ഫുൾ ഫുഡാണ്. നമുക്കതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഒരു തരത്തിലുള്ള ചാർജും അങ്ങനെയൊന്നും തന്നെ ഇല്ല. പിന്നെ പല വെറൈറ്റി ഫുഡ് ഒക്കെ നമുക്ക് ട്രൈ ചെയ്യാം. അതിന് നമ്മൾ കൂപ്പൺ എടുത്തതിന് ശേഷം അവിടെ അവർക്ക് കൂപ്പണാണ് കൊടുക്കുക. ഇത് പഞ്ചാബാണെന്ന് തോന്നുന്നുണ്ട്. പഞ്ചാബ് സ്റ്റൈൽ ഫുഡാണ് അത് മൊത്തം. പ്രോഗ്രാംസൊക്കെ ഉണ്ടാവാറുണ്ട് അവിടെ. നവ്യ നായരുടെ ഡാൻസ്, റിമി ടോമിയുടെ ഗാനമേളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഒരു നല്ല നാടൻപാട്ട് ടീംസൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നു. പാനിപ്പൂരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റുള്ള പാനിപ്പൂരി ആയിരുന്നു. ഇതാണ് പാലക്കാട് സെക്ഷൻ, അട്ടപ്പാടി ഭാഗത്തെ. ഇവിടുത്തെ മെയിൻ ഐറ്റം ആണ് അവർ ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് വനസുന്ദരി. നല്ല ക്യൂ ആയിരുന്നു അവിടെ. രാവിലെ തന്നെ അത് ആയി തുടങ്ങുന്നതിന് മുന്നേ തന്നെ ക്യൂ ഉണ്ടായിരുന്നു. ഞങ്ങൾ അട്ടപ്പാടി ഒരു വട്ടം ട്രൈ ചെയ്തതുകൊണ്ട് പിന്നെ ഇപ്രാവശ്യം ഞങ്ങൾ ചെയ്തില്ല. പിന്നെ നെക്സ്റ്റ് ഞങ്ങൾ സിക്കിം കണ്ട് പിന്നെ അവിടുത്തെ ആളുകളെയൊക്കെ കണ്ടപ്പോൾ ഒരു പുറത്ത് പോയൊരു ഫീല്. ഞങ്ങൾ എന്തായാലും പിന്നെ പഞ്ചാബൊക്കെ ഉണ്ട് തൊട്ടപ്പുറത്ത്. ഞങ്ങൾ സിക്കിമിൽ നിന്ന് ഞങ്ങളൊരു മൊമോസ് കണ്ടപ്പോൾ ആദ്യം ഫ്രൈഡ് റൈസ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഗായുവിന് വലിയ താല്പര്യമില്ല, അവൾ കഴിക്കില്ല. പിന്നെ എനിക്ക് കുറച്ചേ പോവുള്ളൂ. അപ്പോൾ പിന്നെ അതുകൊണ്ട് ഞങ്ങൾ മൊമോസ് വാങ്ങി. പിന്നെ ഫുഡ് സെക്ഷനിൽ നിന്നും എല്ലാം അങ്ങ് സ്കൂട്ടാവാമെന്ന് വിചാരിച്ചു നേരെ സരസമേള